ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ദേശീയ ടീമിന്റെ മുഖ്യ പരിശീലകനായിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടി വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മകനായ ഡേവിഡ് ആഞ്ചലോട്ടിയും അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ടായിരുന്നു. അതായത് കാർലോ ആഞ്ചലോട്ടിയുടെ അസിസ്റ്റന്റ് പരിശീലകനായിക്കൊണ്ടായിരുന്നു ഡേവിഡ് ആഞ്ചലോട്ടി ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ബ്രസീലിയൻ ക്ലബ്ബായ ബോട്ടഫോഗോ അദ്ദേഹത്തെ മുഖ്യ പരിശീലകനായിക്കൊണ്ട് നിയമിച്ചു. കരിയറിൽ ആദ്യമായിക്കൊണ്ടായിരുന്നു ഡേവിഡ് ആഞ്ചലോട്ടി ഒരു ക്ലബിന്റെ മുഖ്യ പരിശീലകനായത്. ഇതോടുകൂടി ബ്രസീലിന്റെ അസിസ്റ്റന്റ് പരിശീലക സ്ഥാനത്ത് നിന്നും ഡേവിഡ് ആഞ്ചലോട്ടി താൽക്കാലികമായി കൊണ്ട് മാറി നിന്നിരുന്നു. ബോട്ടഫോഗോയിലായിരുന്നു അദ്ദേഹം ശ്രദ്ധ നൽകിയത്. പക്ഷേ ഇദ്ദേഹത്തിന് കീഴിൽ ബോട്ടഫോഗോ മോശം പ്രകടനമാണ് നടത്തിയത്. ഇതോടുകൂടി കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ബോട്ടഫോഗോ ഈ ഡേവിഡ് ആഞ്ചലോട്ടിയെ മുഖ്യ പരിശീലക സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ബ്രസീലിയൻ ദേശീയ ടീമിൽ ഇപ്പോൾ ഡേവിഡ് ആഞ്ചലോട്ടി തിരിച്ചെത്തി കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അസിസ്റ്റന്റ് പരിശീലകനായിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം തിരിച്ചെത്തിയിട്ടുള്ളത്. മാർച്ച് മാസത്തിൽ 2 സൗഹൃദ മത്സരങ്ങൾ ബ്രസീൽ കളിക്കുന്നുണ്ട്. യൂറോപ്യൻ കരുത്തരായ ഫ്രാൻസും ക്രൊയേഷ്യയുമാണ് ബ്രസീലിന്റെ എതിരാളികൾ. ആ മത്സരങ്ങളിൽ ബ്രസീലിയൻ ദേശീയ ടീമിനോടൊപ്പം അസിസ്റ്റന്റ് പരിശീലകന്റെ റോളിൽ ഡേവിഡ് ആഞ്ചലോട്ടി ഉണ്ടാകും എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഏതായാലും മകൻ തിരിച്ചെത്തിയത് ആഞ്ചലോട്ടിക്ക് ഒരൽപ്പം സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും, ആശ്വാസം നൽകുന്ന ഒരു കാര്യമായിരിക്കും. അടുത്ത മാസത്തെ മത്സരങ്ങൾ കാർലോ ആഞ്ചലോട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ബ്രസീലിന്റെ ശക്തി ദൗർബല്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് തെളിയുന്ന ഒരു മത്സരം കൂടിയായിരിക്കും അടുത്ത സൗഹൃദ മത്സരങ്ങൾ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.